റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം വർഷങ്ങളായി തുടരുകയാണ്. റഷ്യയ്ക്ക് വേണ്ടി പോരാടിയ ചൈനീസ് സൈനികരെ യുക്രൈൻ അടുത്തിടെ അറസ്റ്റ് ചെയ്തതായി സെലൻസ്കി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പരാമർശിച്ചിരുന്നു. അതേസമയം പുടിനെതിരെ സെലൻസ്കി ചില അതിരുകടന്ന ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം വർഷങ്ങളായി തുടരുന്നതിനാൽ യുദ്ധം അവസാനിപ്പിക്കാൻ വിവിധ ശ്രമങ്ങൾ നടത്തിയിട്ടും ഒന്നും ഫലമുണ്ടായില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും യുദ്ധം അവസാനിപ്പിക്കാൻ തീവ്രമായി ശ്രമിച്ചു. പക്ഷേ അതിലും കാര്യമുണ്ടായില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ചില ചൈനീസ് സൈനികർ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നുണ്ടെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. റഷ്യൻ സൈന്യത്തിനു വേണ്ടി ഉത്തര കൊറിയൻ സൈനികർ പോരാടുന്നുണ്ടെന്ന വാർത്തകൾ ഇതിനകം പുറത്തു വന്നിരുന്നെങ്കിലും ചൈനീസ് സൈനികർ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നത് പലരെയും ഞെട്ടിച്ചു. യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലേക്ക് യാതൊരു പങ്കാളിത്തവുമില്ലാതെ ചൈനയെ വലിച്ചിഴച്ചതായി സെലൻസ്കി ആരോപിച്ചു. പുടിൻ ചെയ്യുന്ന വലിയ തെറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. ആദ്യത്തേത് ഉത്തര കൊറിയയായിരുന്നു, ഇപ്പോൾ ഇതാ ചൈന. പുടിൻ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റു രാജ്യങ്ങളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. ഇത് അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കുകയാണ്. അതേസമയം ഇന്ത്യൻ ഔഷധ വ്യവസായം നിലവിൽ ഈ യുദ്ധത്തിന്റെ നടുവിലാണ്. അതായത് യുക്രൈൻ തലസ്ഥാനമായ കീവിലുള്ള ഒരു ഇന്ത്യൻ ഔഷധ കമ്പനിയുടെ ഗോഡൌണിൽ ഒരു റഷ്യൻ മിസൈൽ പതിച്ചിരിക്കുന്നു. യുക്രൈനിലെ ഇന്ത്യൻ ബിസിനസ്സുകളെ റഷ്യ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നതായി ഇന്ത്യയിലെ യുക്രൈനിയൻ എംബസി ആരോപിച്ചു. ഇത് സംബന്ധിച്ച് യുക്രൈനിയൻ എംബസി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു റഷ്യൻ മിസൈൽ യുക്രൈനിലെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ കുസുമിന്റെ വെയർഹൌസിൽ പതിച്ചു. ഇന്ത്യയുമായി പ്രത്യേക സൗഹൃദമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും റഷ്യ മനഃപൂർവ്വം ഇന്ത്യൻ ബിസിനസ്സുകളെ കൂടി ലക്ഷ്യമിടുകയാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകൾ നശിപ്പിക്കുന്നു. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയായ കുസും ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. മാത്രമല്ല യുക്രൈനിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നാണിത്. യുക്രൈനിലെ ജനങ്ങൾക്ക് അവശ്യമരുന്നുകൾ വിതരണം ചെയ്യുന്നതിൽ കുസും കമ്പനി നിർണായക പങ്ക് വഹിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കമ്പനിയുടെ വെയർഹൌസിന് നേരെ ആക്രമണം നടന്നത്. അതേസമയം തങ്ങളുടെ വെയർഹൌസിൽ പതിച്ചത് മിസൈലല്ല, മറിച്ചൊരു ഡ്രോൺ ആണെന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വിശദീകരിച്ചു. അതുപോലെ യുക്രൈനിലെ ഒരു പ്രധാന ഫാർമസ്യൂട്ടിക്കൽ വെയർഹൌസ് റഷ്യ ആക്രമിച്ചതായി യുക്രൈനിലെ ബ്രിട്ടീഷ് അംബാസിഡർ മാർട്ടിൻ ഹാരിസും സ്ഥിരീകരിച്ചു. റഷ്യൻ മിസൈലുകളല്ല, റഷ്യൻ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു.